ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരം അനുഭവങ്ങളും അനുഭവിക്കും നമ്മെ ഏവരെയും നയിക്കുമാറാകും. ജീവിതാരോഗ്യത്തിൽ നാം നമ്മുടെ ചുറ്റുപാടുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ചുറ്റുപാടുമുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ അഹത്തിന്റെ പരിധിയിൽ വരുന്ന, എന്റെ ഉടമസ്ഥതയുടെ പരിധിയിൽ വരുന്നവയോട് നമുക്കുള്ള ശ്രദ്ധ എത്രത്തോളമായിരിക്കും അവ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക എന്നതാണ് ഇന്നത്തെ പ്രമേയം. നമുക്കതിനെ ഇങ്ങനെ വായിക്കാം. Life acquisitions will not sustain if we do not attend to them regularly. നാം അറിയാത്തതൊന്നും നമ്മുടേതല്ല. നിലനിൽപ്പിനായി പ്രകൃതി കൽപ്പിച്ചു തന്നവ നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടേതായിരിക്കും, നാം ആയിരിക്കും. വായുവും വെള്ളവും വെളിച്ചവും നിലനിൽക്കുവാനുള്ള ഭൂമിയും അമ്മയച്ഛന്മാരും ഗുരുവും ബോധവും ധർമ്മവും ജീവനും വാസനയും ജന്മസിദ്ധികളും ശരീരവും മനസ്സും ജ്ഞാനവും നിയതിയും പ്രകൃതി തന്നതിനാൽ നിരന്തരമായി നമ്മുടേതായിരിക്കും. എന്നാൽ ആർജിച്ചതോ സന്ദർഭവശാൽ ഒരു ഇടത്തിലായതോ ആയവയെല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ മാത്രമേ നമ്മുടേതായിരിക്കുകയുള്ളൂ, നാം ആയിരിക്കുകയുള്ളൂ. ബന്ധങ്ങളും വിദ്യയും ധനവും വിജ്ഞാനങ്ങളും ഉപകരണങ്ങളും ആരോഗ്യവും നാം അറിയാതെ ഇരുന്നാൽ അറിയിക്കാതെ തന്നെ നമ്മെ വിട്ടുപോകും. ഇതാണ് ഇന്നത്തെ പ്രമേയം. നാം അറിയാത്തതൊന്നും നമ്മുടേതല്ല എന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് വസ്തുക്കളുണ്ട്. ഇതിൽ കുറെയൊക്കെ നമുക്ക് ജന്മസിദ്ധമായതാണ്. അതായത് അച്ഛനമ്മമാര് ജനിക്കുമ്പോ കിട്ടിയതാണ്. അവര് വഴിയാണ് നമ്മൾ വന്നത്. അവരെ ഇവിടെ നിർത്തിയത് ഈ ഭൂമിയാണ്. അവരാൽ നമ്മളെ രൂപീകരിക്കാൻ ഭൂതമായത് ഇവിടുത്തെ വായുവും വെള്ളവും വെളിച്ചവുമാണ്. നമ്മെ ഈ ഒരു ധാരയിലേക്ക് എത്തിച്ചത് നമ്മുടെ ഗുരുക്കന്മാരാണ്. നമ്മുടെ ബോധം ആണ് നമ്മുടെ ശരീരത്തിന് ഈ രൂപം നൽകി. നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മമാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ശരീരത്തെ രൂപീകരിച്ചത് ജീവനാണ്. നമ്മുടെ ജീവിതത്തെ ഇപ്പൊ നടത്തിക്കൊണ്ടുപോകുന്നത് വാസനകളാണ്. അതിന് പ്രവർത്തിക്കാൻ കാരണമാകുന്നത് നമ്മുടെ ജന്മസിദ്ധികളാണ്. അതിന് പാകത്തിലാണ് ഈ ശരീരം, അതിന് പാകത്തിലാണ് ഈ മനസ്സ്, അതിന് പാകത്തിലാണ് എന്റെ ആന്തരികമായ ജ്ഞാനം, അതിന് പാകത്തിലാണ് എന്റെ നിയതി, എന്റെ മുന്നോട്ടുള്ള വഴികൾ ഒക്കെ. ഇതെല്ലാം പ്രകൃതി തന്നതാണ് എന്നതുകൊണ്ട് തന്നെ നിരന്തരമായി ഇത് നമ്മുടേത് തന്നെയായിരിക്കും, നാം ആയിരിക്കും. അത് യാതൊരു തർക്കവുമില്ല. പ്രകൃതി തന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ നമ്മൾ ജീവിതത്തിൽ പലതും ആർജിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ബന്ധങ്ങളൊക്കെ നമ്മൾ ആർജിക്കുന്നു. സൗഹൃദങ്ങള്, പിന്നെ മറ്റേ ഇണത്തം, എന്തിന്റെ സാഹോദര്യം വരെ പലപ്പോഴും നമ്മൾ ആർജിക്കുന്നതല്ല, ജന്മസിദ്ധമായി കിട്ടുന്നതാണെങ്കിൽ സാഹോദര്യം ഇപ്പൊ ഏതാണ്ട് ആർജിക്കുന്ന പോലെയാണ്. നിലനിർത്തിയില്ലെങ്കിൽ അത് പോകും. അപ്പോ ഈ ആർജിച്ച കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആർജിക്കുന്നത് നമ്മളെ ജീവിതം കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങൾ. ഈ ജീവിതം കൊണ്ട് നേടിയെടുത്തവ. അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മളിപ്പോ അയൽക്കാര് ഒരിടത്തിൽ വന്ന് താമസിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സന്ദർഭവശാൽ നമ്മൾ ഒരിടത്തായി ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരാൾ, നമ്മൾ അവരുമായിട്ട് യാദൃശ്ചിക ബന്ധത്തിലായി. ഇത്തരം ബന്ധങ്ങൾ. അതുപോലെ തന്നെ വിദ്യ. നമ്മൾ ഏതെങ്കിലും വിദ്യ, ജനിക്കുമ്പോൾ നമുക്ക് വിദ്യകളൊന്നും അറിയില്ല. നമ്മൾ സ്വാഭാവികമായി പ്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇംപ്യൂർ ആക്കാൻ വേണ്ടിയാണ് വിദ്യകൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അപ്പൊ ഈ വിദ്യ ജീവിതത്തിന് പലപ്പോഴും ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മളത് കൊണ്ടു നടക്കുന്നത് ഇംപ്യൂർ ആക്കുമെങ്കിലും. അതുപോലെ തന്നെ ധനം, ജീവിത സന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ധനം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നേടുന്ന അറിവുകൾ, വിജ്ഞാനങ്ങൾ. ഞാനിവിടെ വിശിഷ്ടജ്ഞാനം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. വെളിയിൽ നിന്നും കിട്ടുന്ന വൈജ്ഞാനികമായ കാര്യങ്ങൾ, നമ്മുടെ ഉപകരണങ്ങൾ.
നമ്മുടെ സ്ഥലം, നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ജീവിക്കുന്ന എന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച ഒരുപാട് വസ്തുക്കൾ ഇവിടെയുണ്ട്. ഇവയൊക്കെ എന്നിലേക്ക് വന്നു ചേർന്നതാണ്. അത് ഞാൻ വേണമെന്ന് വിചാരിച്ച് വന്നല്ല, യാദൃച്ഛിക സാഹചര്യത്താൽ സന്ദർഭവശത്താൽ ഇവിടെ ആയതാണ്. അത് എന്റെ ആണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിലല്ല. അപ്പോ അതുപോലെ തന്നെയാണ് ആരോഗ്യം എന്നുള്ളത്. എന്റെ കൂടെ ഉള്ളതാണ്, ജീവന്റെ ഭാഗമാണ്, എന്നാലും പരിചരണം ആവശ്യമുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ, ഇതൊന്നും നമ്മുടേതല്ല, യഥാർത്ഥത്തിൽ നമ്മുടേത് തന്നെ ആയിരിക്കണമെന്നില്ല, അത് മറ്റൊന്നിലേക്ക് പോകാവുന്നതാണ്. ഇപ്പൊ ഈ വിദ്യ ആണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും ധനമാണെങ്കിലും വിജ്ഞാനമാണെങ്കിലും മറ്റൊന്നിലേക്ക് പോകാവുന്നതോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം നിർബന്ധമുള്ള കാര്യങ്ങളല്ല. ഇവയെ നമ്മൾ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ, എങ്ങനെ നിരന്തരമായി ശ്രദ്ധിക്കാതിരുന്നാൽ, നിരന്തരമായി അതിനെ പോളിഷ് ചെയ്യാതിരുന്നാൽ, അതായത് നാം അവയെ അറിയാതിരുന്നാൽ, അത് നമ്മെ അറിയിക്കാതെ തന്നെ നമ്മെ വിട്ടുപോകും. നമ്മുടേതായിരിക്കില്ല പിന്നീട് അധികകാലം. ചിലപ്പോൾ നമ്മളിതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു തരും. നമ്മുടെ ഒരു സംരക്ഷണ ഭിത്തിക്കകത്ത് നമ്മൾ ഇവയെല്ലാം സംരക്ഷിച്ചു വെച്ചു എന്ന് വരും. ആ സംരക്ഷണ ഭിത്തിക്കകത്തും അത് ജീർണിച്ചു പോയേക്കാം. അപ്പോ ഏത് കാര്യമാണെങ്കിലും നമ്മുടെ അകത്തേക്ക് വരുന്ന ഒരു കാര്യം, ഞാൻ എന്നുള്ള ഒരു പരിധിയുടെ, നമ്മുടെ അഹത്തിന്റെ പരിധിയിലേക്ക് വരുന്ന ഏതൊരു കാര്യവുമാണെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ നാം അതിനെ ആവർത്തിച്ച് ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും, ആവർത്തിച്ച് അതിനെ പരിചരിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് വീട്ടിലൊരു ഉപകരണം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഉപകരണത്തെ അത് കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടേതായിരിക്കണമെങ്കിൽ, നമുക്കത് നഷ്ടമാകാതിരിക്കണമെങ്കിൽ അവയെ ഇടയ്ക്കെടുത്ത് പരിചരിച്ച് തുടച്ചും വൃത്തിയാക്കിയും ഒക്കെ, അല്ലെങ്കിൽ അതിനെടുത്ത് ഉപയോഗിച്ച്, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് അതിന്റെ ശരീരത്തെയും ബോധത്തെയും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം, ആവർത്തിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടുവന്നുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് നമ്മെ വിട്ടുപോകും. അതിന്റെ കുറച്ചുകൂടെ മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു അവസ്ഥ പറയാം. നിങ്ങൾക്ക് ഒരു സ്ഥലത്തിന്റെ ആധാരം കയ്യിലുണ്ടെന്നിരിക്കട്ടെ, സ്ഥലത്തിന്റെ ആധാരം കയ്യിലുണ്ട്, പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയിട്ടുണ്ട്, സുരക്ഷിത ഭിത്തിക്കകത്താണ്. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നേയില്ല, ആ സ്ഥലത്തെയും ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ ആ സ്ഥലം അന്യാധീനപ്പെട്ടു പോകും. അതിന് കാരണം ഏത് വഴിക്ക് വരുമെന്നും പറയാൻ കഴിയും. നമ്മുടെ ശ്രദ്ധ അതിലില്ലെങ്കിൽ അത് കൈവശം നിന്നും പോയി കിട്ടും. ഇനി ഈ ആധാരം പെട്ടിക്കകത്തിരിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഒരുപക്ഷെ അത് ദ്രവിച്ചു പോകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായേക്കും. നമ്മുടെ ശ്രദ്ധ, അതായത് അവിടെ ഉണ്ടെന്നുള്ള മിനിമം ഓർമ്മയെങ്കിലും നമുക്ക് വേണം. നമ്മുടെ വീടിന് ചുറ്റും ഉള്ള സ്ഥലം, നമ്മളെ വീടിന് ചുറ്റും ചെന്ന് തൊട്ടും തലോടിയും പരിചരിച്ചാൽ മാത്രമേ വീട് വീടായിരിക്കുകയുള്ളൂ. നാം ഇരിക്കുന്ന മുറി, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ അറിവ്, നമ്മുടെ വാഹനം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എല്ലാം അങ്ങനെ തന്നെ. നാം നിരന്തരം ചെന്ന് അതിനെ തൊട്ടും തലോടിയും പരിചരിച്ചില്ലെങ്കിൽ, നാം അതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മെ വിട്ടുപോകും. നമ്മെ വിട്ടു പോകാത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജന്മസിദ്ധമായി കിട്ടിയ അമ്മയച്ഛന്മാര് മുതൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ, അവ മാത്രമേ ശാശ്വതമായിട്ടുണ്ടാവുകയുള്ളൂ. അതും പരിചരിച്ചില്ലെങ്കിൽ നഷ്ടമായി എന്നുള്ള അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോയേക്കാം. പക്ഷെ എന്നാലും അത് നമ്മുടേതല്ല എന്ന് പറയാൻ കഴിയില്ല, നമ്മുടേതാണ്. പക്ഷെ അതിപ്പോ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാം. പക്ഷെ ഈ കാര്യങ്ങൾ, ബന്ധം, വിദ്യ, ധനം, വിജ്ഞാനം, ഉപകരണം, ആരോഗ്യം തുടങ്ങിയവ നിരന്തര പരിചരണം ഇല്ലെങ്കിൽ, നിരന്തരമായ ശ്രദ്ധയില്ലെങ്കിൽ, അവയെ നാം അറിയാതിരുന്നാൽ, അറിയിക്കാതെ തന്നെ അത് നമ്മളെ വിട്ടുപോകും. മനസ്സിലാക്കുക, ഓർക്കുക, നാം അറിയാത്തതൊന്നും നമ്മുടേതല്ല, നാം അറിയുന്നത് മാത്രമേ നമ്മുടേതായിരിക്കുകയുള്ളൂ. ഈ ഓർമ്മയിലായിരിക്കാൻ ജീവിതാരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന സുസ്ഥിര ജീവന സമൂഹത്തിലെ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.